നമ്മുടെ കേരളത്തിൽ അങ്ങും ഇങ്ങുമുള്ള എല്ലാ അടുക്കളകളും തേടി അവരുടെ രുചികൾ തേടിയുള്ള നമ്മുടെ യാത്രയാണ് അയലത്തെ അടുക്കള. കുടുംബങ്ങളുടെ ഒത്തുചേരലുകൾ നമുക്കെന്നും ആഘോഷങ്ങളാണ്. വീട്ടമ്മയുടെ ആഘോഷങ്ങൾ അടുക്കളയിലാണ്. ഏറ്റവും നല്ല പാചകം. അയലത്തെ അടുക്കളയുടെ ഇന്നത്തെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ അയലത്തെ അടുക്കളയിലെ നമ്മുടെ അതിഥി എന്ന് പറയുന്നത് നമുക്ക് ഏവർക്കും പരിചയമുള്ള മലയാള ടെലിവിഷൻ രംഗത്തെ നിറസാന്നിധ്യമായ ഒരാളാണ്. അയലത്തെ അടുക്കളയുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഈ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഞാൻ അങ്ങേരെ പരിചയപ്പെടുത്താൻ വേണ്ടി അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. നമസ്കാരം. ഹരിജിത്തിന് എല്ലാവർക്കും അറിയാം. പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ ഘടാഘടിയന്മാരായ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് എന്താ ഉണ്ടാക്കുന്നതെന്ന് അകത്ത് പോയിട്ട് പ്ലാൻ ചെയ്യാം. എന്തായാലും എനിക്ക് വലിയ ഇഷ്ടമായി. കാരണം ഈ ഏരിയ നല്ല രസമുണ്ട്. ഒന്നാമത് ചെമ്പൈ ഗ്രാമത്തിന് ഒരു 1/2 കിലോമീറ്റർ ഇല്ല, 300 മീറ്റർ സംഗീതത്തിന്റെ ഒരു ലോകമാണ്. അവൻ പാടില്ലെങ്കിലും ബാക്കി ഒരു സംഗീത ലോകത്താണ് അവൻ ജീവിക്കുന്നത്. തൊട്ട് ബാക്കിലാണ് കുട്ടന്മാർ, ചെണ്ടല്ലേ. ഞാൻ വന്നപ്പോഴേ നോക്കായിരുന്നു സ്കൂട്ടറിന് ചേതക്കാണ്. ഒരു 22 വയസ്സായ പുള്ളിക്ക് ആക്ച്വലി രണ്ടാമത്തെ ടെസ്റ്റ് കഴിഞ്ഞു. ഒരു ക്രൈസ്, അതിനോടുള്ള ഒരു നൊസ്റ്റാൾജി, നമ്മുടെ ഫീലിംഗ്. അതെ, പക്ഷെ ഭയങ്കര രസമായിട്ടുണ്ട്. ഡാൽമേഷ്യൻ അത് ഓരോ പ്രാവശ്യവും ഓരോ കളറാണ് ചെയ്യുക. പക്ഷെ അത് ടൗണിലേക്കോ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ആസ് പെർ ദ റൂൾ അത് തെറ്റാണ്. ബാക്കിയല്ല, ബുക്കും പേപ്പറും എല്ലാം ക്ലിയർ ആണെങ്കിൽ പോലും ഇങ്ങനെയുള്ളൊരു പെയിന്റിംഗ് ആഗ്രഹത്തിന് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. ഞങ്ങൾ ഒരുപാട് നാളുകളെ കാണുകയാണ്. എന്നാലും അകത്തേക്ക് ക്ഷണിക്കാതെ തന്നെ എനിക്ക് കയറിപ്പോകാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരെയും ഞാൻ അങ്ങോട്ട് ക്ഷണിക്കുന്നു. പുറത്ത് നല്ല കാറ്റും. പൊതുവെ പാലക്കാട് ഇനിയുള്ള ഈ ഒരു 2 മാസം പൊതുവെ പാലക്കാട് നമ്മളെപ്പോഴും പാലക്കാട് ചൂടാണെന്ന് പറഞ്ഞാൽ നമ്മളെ കളിയാക്കും. ഇങ്ങനെ എവിടെയൊക്കെ ജീവിക്കണമെന്ന് ചോദിക്കും. ശരിക്കും പറഞ്ഞാൽ എല്ലാം എക്സ്ട്രീമാണ് ഈ പറയുന്ന രീതിയിൽ. തണുപ്പ് സമയത്ത് നല്ല തണുപ്പ്. അതെ, മഴയാണെങ്കിൽ നല്ല മഴ. തിയേറ്ററൊക്കെ ഉണ്ടല്ലോ അപ്പുറത്ത്. 2 തിയേറ്റർ. ആക്ച്വലി ഷാജിട്ടാ, നമ്മൾ ഈ ഒരു മേഖലയ്ക്ക് വരാനുള്ള ഒരു പ്രചോദനം കൂടെ ഈ തിയേറ്റർ. സൗണ്ട് കേൾക്കാൻ ജനിച്ച നാൾ തൊട്ട് പഠിക്കുന്ന സമയത്ത് എല്ലാം ഈ അന്ന് മറ്റേ വലിയ കൊളംബിയിലല്ലേ പാട്ട് വയ്ക്കുന്നത്. പിന്നെ ശബ്ദരേഖ കേൾക്കാം. പണ്ട് ഓലപ്പരയായിരുന്നു. അപ്പൊ അവിടെ നിന്നുള്ള സൗണ്ട് കോട്ടയനേശ്വര മ്യൂസിക്കാരനായത് അങ്ങനെയാ. 3 തിയേറ്ററാ വീടിന്റെ അപ്പുറം ഇപ്പുറം. ഫുൾ നടന്മാരുടെ ശബ്ദം മാത്രം രാത്രി ഉറങ്ങുമ്പോഴെല്ലാം 12 മണി വരെ ഫുൾ ടൈം. അപ്പൊ നീ നടനായ പോലെ മ്യൂസിക് പഠിച്ച അങ്ങനെയാണ്. പിന്നെ അതിനുശേഷം പിന്നെ കാലപ്പഴക്കം വന്നു, അത് കത്തിപ്പോയി. പിന്നെ ഇപ്പൊ ഒരു വലിയൊരു ടീം എടുത്തു. ഇപ്പൊ 2 തിയേറ്ററാണ്, റിലീസ് തിയേറ്ററാണ്, 2 എയർ കണ്ടീഷൻ റിലീസ്, 2 തിയേറ്റർ. പുതിയ പടങ്ങളിലേക്ക് എല്ലാം പുതിയ പടം. അത് ഭാഗ്യം എന്ന് പറയുന്നത് നമ്മുടെ മതിലിന്റെ അടുത്ത കോമ്പൗണ്ട് എന്ന് പറയുന്നത് റിലീസിന് പെട്ടെന്ന് കാണാം. 2 റിലീസ് തിയേറ്റർ ആയില്ലേ. ഇപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ അയലത്തെ അടുക്കളയിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഡിഷുമായിട്ടൊന്ന് പ്രേക്ഷകർക്ക് ഹാപ്പി ആവുന്ന രീതിയിൽ തന്നെ കൊടുത്തേക്കാം. നമുക്ക് അടുക്കളയിലേക്ക് പോയാലോ? ആയിക്കോട്ടെ. നമ്മൾ പിന്നെ വേറെ ഫോർമലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. 22 വർഷം അല്ലേ? 22 വർഷം മുമ്പാണ് ഞാൻ ഈ വീട്ടിൽ വരുന്നത്. എനിക്ക് വന്ന് ഒരു ടെലിഫിലിമിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് അല്ലേ, ടെലിഫിലിമിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടി വന്നു. ആ 22 വർഷത്തെ അന്ന് എനിക്കൊരു 2 ദിവസം വന്നിട്ട് ഞാൻ ഇവിടെ വീട്ടിൽ താമസിച്ചു. നമ്മുടെ ഐ തിങ്ക് അന്ന് ഷാജിചേട്ടനോട് ഫിലിമിലൊക്കെ വന്ന കോമഡി ഫിലിംസിലൊക്കെ വന്ന് ഷാജിചേട്ടൻ അന്ന് നല്ല ഫെമിലിയർ. എന്റെ എൻട്രിയാണ് അത്. എന്റെ ശരിക്കും പറഞ്ഞാൽ ഒരു ആ തുടക്ക കാലഘട്ടത്തിലുള്ള ഒരു സമയത്തുള്ള ടെലിഫിലിം അതിൽ അഭിനയിക്കുകയും ചെയ്യണ്ടായിരുന്നു. ഷാജിചേട്ടൻ ഹീറോ, ഷാജിചേട്ടൻ അനിയനായിട്ടായിരുന്നു. സുരേഷ് കണ്ടല്ലോ അങ്ങനെ ഒരു ഡയറക്ടറായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഞാൻ കഴിച്ച ഭക്ഷണം വരെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. എനിക്ക് രാത്രി നീയാണ് എനിക്ക് ഭക്ഷണം എനിക്ക് എടുത്തു തന്നു, വീട്ടിൽ എടുത്തു തരുന്നത്. അപ്പോൾ അതിനുശേഷം ഇന്നൊരു ഭക്ഷണത്തിന്റെ
ബന്ധപ്പെട്ടൊരു പ്രോഗ്രാമായിട്ട് ഈ വീട്ടിൽ തന്നെ. അപ്പോൾ നമുക്ക് ഇന്നുണ്ടാക്കുന്ന വിഭവങ്ങൾ തുടങ്ങിയിട്ട് നമുക്ക് വിശേഷങ്ങളിൽ കിടക്കാം അല്ലേ? അപ്പം ഉണ്ടാക്കാൻ റെഡി ആയി. ഞാനോ ഇപ്പൊ പറഞ്ഞതുപോലെ 22 കൊല്ലം മുമ്പ് ഞാൻ ഭക്ഷണം കൊണ്ടുവന്ന് തന്നു പറഞ്ഞു. അതേ സംഭവം ഞാനിപ്പോ ഭക്ഷണം ഉണ്ടാക്കിയാൽ ഇനി അടുത്ത 22 വർഷത്തേക്ക് പിന്നെ ആഹാരം കഴിക്കില്ല. അപ്പൊ അതിന് ഇപ്പൊ എന്റെ തടി കാണുമ്പോ അറിയാൻ പറ്റുമല്ലോ, നന്നായി കുക്ക് ചെയ്യുന്ന ഒരാളിന്റെ അല്ല അതിനർത്ഥം അപ്പം ചാന്ദ്ര ചേച്ചി നന്നായി ഉണ്ടാക്കി തരണ്ടല്ലോ. അപ്പൊ എന്റെ വാമവശം ഇവിടെ ഉണ്ട്, വിളിക്കാം. സിനിയും പരിചയപ്പെടുത്തേണ്ട കാര്യം ഉണ്ടാവില്ലേ? ശാശ്വതൻ മാരേജിനൊക്കെ വന്നിട്ടില്ല. കല്യാണത്തിന് നമ്മൾ വന്ന് കണ്ടു. കല്യാണത്തിന് എനിക്ക് മണ്ഡപത്തിലും ആറ്റുകാൽ ക്ഷേത്രത്തിലായിരുന്നു ഞങ്ങൾ. എനിക്ക് കൊടുത്ത് ഒരുപാട് അന്ന് സീരിയലിലുള്ള ഓൾമോസ്റ്റ് ഒരുപാട് പേര് വന്നൊരു കല്യാണമായിരുന്നു അല്ലേ? കാരണം വെച്ചാൽ എല്ലാവരും അന്ന് ആറ്റുകാൽ അമ്പലത്തിൽ പോകുന്നൊരു ഇതുണ്ടായിരുന്നു. എല്ലാവരും ആറ്റുകാൽ അമ്പലത്തിലായിരുന്നു ആ സമയത്ത്. അവിടെ ഒരു ഹോട്ടലും താമസിക്കുന്ന ഹോട്ടലുണ്ടായിരുന്നു. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഇവളുടെ വീട് ആറ്റുകാലാണ്. അപ്പം ആറ്റുകാല് കല്യാണം, ആറ്റുകാൽ അമ്പലത്തിൽ കല്യാണം വെച്ചു, അതിനടുത്തുള്ള മണ്ഡപത്തിൽ വെച്ചു. അപ്പൊ എല്ലാവർക്കും വന്നുപെടാനുള്ളൊരു സൗകര്യം. പിന്നെ ആ ടൈമിൽ ഞാൻ 3-4 സീരിയൽ ഒരുമിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വൈറ്റ് സർക്കിൾ എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ പ്രാർത്ഥനയില് ഫലമായിട്ട് കിട്ടിയ ഒരാളാണ് അവൻ. തൊട്ടടുത്തത് അമ്പലത്തിൽ പൊങ്കാലയ്ക്ക് അവിടെ ഉണ്ടാവാറില്ല. അല്ല, അതിന്റെ ഒരു കുഴപ്പമുണ്ട്. ഈ ആറ്റുകാലമ്മയ്ക്ക് 2-3 ഭാവങ്ങളാണ്. അപ്പൊ ഈ ശാന്തഭാവം ഉണ്ടാവും, ചിലപ്പോ നമ്മൾ വരാൻ വൈകുക അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു രൗദ്രഭാവം ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സമയത്തൊക്കെ ഞാനിവിടെ 2 ഹെൽമെറ്റ്, എല്ലാവരും ചോദിക്കും ഒരു സ്കൂട്ടറല്ലോ 2 ഹെൽമെറ്റ് തരാം. ഞാൻ 1 രാത്രി ഇട്ട് കിടക്കാനാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊങ്കാല ഇടുന്ന അർത്ഥം. എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ചിക്കനാണ്. ചിക്കൻ ചാപ്സ് മാതിരിയാണ്. അത് കുറച്ച് ട്രിവാൻഡ്രം സ്റ്റൈലും പിന്നെ കുറച്ച് എന്റേതായ ഒരു ഐഡിയയിലും. അതായത് എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രം സ്റ്റൈലിൽ നിന്ന് ഇവിടുന്ന് പാലക്കാട്ടേക്ക് വരികയും ചെയ്തു. അപ്പൊ ഇവിടുത്തെ ടേസ്റ്റും കൂടെ കയറി വന്നിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും. അതായത് പക്ക ട്രെൻഡായ അഡ്മിനിസ്ട്രേഷൻ ആവില്ല. അപ്പോൾ പാലക്കാടും അതുകൊണ്ട് മിക്സ് ചെയ്ത സാധനം. നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. അച്ഛനും അമ്മയും അപ്പുറത്താണ് താമസിച്ചത്, തൊട്ടടുത്ത് തന്നെ അല്ലേ? നമ്മുടെ തറവാട് വീട്ടില്. മോൾ അവിടെ തറവാട്ടിലല്ല, തറവാട് പൊടിക്കിടക്കുക. തറവാടും അതിനടുത്തൊരു വീട് എല്ലാം പൊടിക്കിടക്കുക. ഇത് എന്റെ മൂത്തച്ചി. നമ്മളിങ്ങോട്ട് കയറുമ്പോൾ മൂത്ത ചേച്ചി. എനിക്ക് 3 ചേച്ചിമാരാണ്. അതിൽ മൂത്ത ചേച്ചി ഇവിടെ കെട്ടിയിരിക്കാൻ. ട്രാജഡി എന്ന് പറയുന്നത് ചേച്ചിയുടെ ഹസ്ബൻഡ് മരിച്ചു. അപ്പൊ അച്ഛനും അമ്മയും അന്ന് തീരുമാനം എടുത്തതാ ഇനി ചേച്ചിയുടെ കൂടെ ആയിരിക്കും ഞങ്ങളുണ്ടാകുന്നത്. അപ്പൊ ചേച്ചി മാത്രമേ ഉള്ളൂ ഇവിടെ. ചേച്ചി മക്കളും വെളിയിലാണ്. എന്റെ അടുത്ത 2 ചേച്ചിമാരും വെളിയിലാണ്. ഞാൻ ആ തറവാട്ടില് അല്ലേ താമസിച്ചിരുന്നത്? തറവാട്ടില് നമ്മൾ പൊട്ടിക്കിടക്കുന്ന വീട്. നമുക്കൊന്ന് അവിടെ പോയി കണ്ടിട്ട് വന്നാലോ? ഞാൻ പ്രത്യേകിച്ച് അച്ഛനും അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് നാളായി കണ്ടിട്ട്. ഇപ്പൊ എണ്ണ ഒഴിച്ചു, നിറയെ സവാള ഇട്ടു, അത് നന്നായിട്ട് വഴറ്റി. സവാള ഒന്ന് വാടാൻ വേണ്ടി അതിൽ ഉപ്പിട്ടു, അതിനുശേഷം മുളകിട്ടു. പിന്നെ നമ്മൾ ഈ സൈഡിലേക്ക് വരവ് കുറവല്ലേ, കോട്ടയം ഈ ഭാഗത്ത് വരില്ല. നമ്മള് ഏകദേശം ബ്രൗൺ കളറായി അല്ലേ? ഇനിയിപ്പോ ഇനി നമുക്ക് അതിൽ വെളുത്തുള്ളി കൂടി ചേർത്തിട്ടുണ്ട്. ഇഞ്ചി ചേർക്കണം. ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് അവിടെ. ഓക്കെ. ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടോ? രണ്ടും ഉണ്ടോ? രണ്ടും ഉണ്ട്. അല്ല, ഇഞ്ചി മാത്രം ചതച്ചിട്ടുണ്ട്. നമുക്കൊന്ന് അവിടെ വരെ പോയിട്ട് വരാം. ചിക്കൻ ഒന്ന് റെഡിയാക്കിയാൽ മതി. അതിന് മുമ്പ് റെഡിയാക്കുക. വന്ന ഉടനെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഉറപ്പായിട്ടും. നന്നായിട്ട് ഇന്നലെ വേവാൻ സമയം എടുക്കുമല്ലോ. ആ ഗ്യാപ്പിൽ ഞങ്ങൾ പോയി വരാം. ബൈ. ചിക്കൻ ആയോ? ഓക്കെ. ഞങ്ങൾ ഒരു യാത്ര പുറത്തു പോയി വന്നു, തിരിച്ചു വന്നു. റെഡി ആയിട്ടുണ്ട്. എന്തൊക്കെയാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് ഇട്ടത്? അതല്ല നമ്മൾ പറഞ്ഞു. ഉള്ളി ഇട്ടു, ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു, ഇഞ്ചി ചതച്ചിട്ടു, ഉപ്പ് ചേർത്തു, ചിക്കൻ ഇട്ടു, അത് കുറച്ച് നേരം വേഗം വെച്ചു. അപ്പൊ അതിന്റെ കുഴപ്പമില്ല, ഉരുകി. ചിക്കൻ അതിൽ കിടന്ന് തന്നെ വെന്തു. നമുക്ക് അതിൽ വെള്ളം യൂസ് ചെയ്യേണ്ട വരില്ല.
അതിനുശേഷം കുറച്ച് തക്കാളി അരിഞ്ഞിട്ടു, അത് ഇട്ടു. അതും കുറച്ചൊന്ന് വെന്ത് വന്നപ്പോഴേക്കും മസാലകളെല്ലാം ചേർത്തു. ഇതെല്ലാം ചേർത്ത് കറിവേപ്പില, കറിവേപ്പില, മല്ലിയില എല്ലാം ഉള്ളത്. പക്ഷേ ഈ മസാലയിലാണ് ഇതിൻ്റെ ഒരു ചേഞ്ചസ് എന്ന് പറയുന്നത്. തൈര് ചേർന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനിയിപ്പോൾ ചിക്കൻ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. നമുക്ക് എടുത്ത് നോക്കിയാലോ വെന്തിട്ടുണ്ടെങ്കിൽ. ഇതിൻ്റെ എല്ലാം നമ്മൾ സ്കൂളിലെ പോലെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അതെന്താണെന്ന് അറിയാം. ചിക്കൻ റെഡിയായി. ചിക്കൻ അടിപൊളിയായിട്ടതാ. ഇത് ചാപ്സ്. ഞാൻ എന്തായാലും ഇത് നല്ല ആവി പറക്കുന്ന ചിക്കൻ അടിപൊളി. ഇതിന് കോമ്പിനേഷൻ എന്തും ഒക്കെയാണ്. ഇപ്പോൾ ചോറും ഒക്കെയാണ്, പൊറോട്ട, നൂൽപുട്ട്. നല്ല രസമുണ്ട് കാണാൻ തന്നെ. നോക്ക് ചിക്കൻ കഴിച്ചും കൂടി രസമുണ്ടെന്ന് പറയാം. ഞാൻ നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. തിക് ഗ്രേവി ആയിട്ട് എനിക്ക് തോന്നുന്നു ശരിക്കും നല്ല പൊറോട്ട വേണം. കറക്റ്റ്. പൊറോട്ട എടുത്തിട്ട് ഈ ഗ്രേവി എൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ച് കുതിർക്കണം, എന്നിട്ടിരുന്ന് കഴിക്കണം. ഹരി, പ്രേക്ഷകരോട് എന്താ പറയുക? ഒരു സൗഹൃദത്തെക്കുറിച്ചാണോ അല്ലെങ്കിൽ കറിയെക്കുറിച്ചാണോ? അയ്യോ, ഉറപ്പായും എല്ലാം പറയാനുണ്ട്. 2-3 കാര്യം. ഒന്ന്, ഈ അയലത്തെ അടുക്കള എന്ന പ്രോഗ്രാം ഇങ്ങനെ വിളിച്ച് പറഞ്ഞപ്പം, അല്ലെങ്കിൽ നമ്മൾ ചോദിച്ചപ്പോൾ തന്നെ ആദ്യം നമ്മുടെ ഫാമിലി എന്നാണ് ഇപ്പം ഫ്ലവേഴ്സ് വരുന്നത്. ഞാൻ ഫ്ലവേഴ്സ് ചാനൽ എന്നല്ല, ഞാൻ ഫ്ലവേഴ്സ് ഫാമിലി എന്നാണ് ഞാൻ വാക്ക് ഉപയോഗിക്കുക. 3 സീരിയൽ ആയതുകൊണ്ട് മാത്രമല്ല, അല്ലാതെ ഉള്ളൊരു അടുപ്പവും എല്ലാവരും. അത് ഫസ്റ്റ് തിങ്. സെക്കൻഡ്, ആരാ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പം ഷാജുണ്ണാണെന്ന് പറഞ്ഞപ്പോൾ അതിനേക്കാൾ സന്തോഷമായി. കാരണം അത് ഈ പറയുന്ന മാതിരി എൻ്റെ തുടക്കത്തിൽ ഞാൻ വരുമ്പോൾ തന്നെ നല്ലൊരു സെലിബ്രിറ്റി, നല്ലൊരു ഫെമിലിയർ ആയിട്ട് ഷാജുണ്ണൻ്റെ കൂടെ തന്നെ വരാം. അന്നും എന്നെ അനിയനെപ്പോലെ തന്നെ കരുതി എന്നെ കൂടെ കൊണ്ട് ഭയങ്കര സപ്പോർട്ടൊക്കെ തന്നെ ഭയങ്കരമായി കൂടെ വന്നിരുന്നു. ഷാജുണ്ണൻ ചെയ്യുന്നത് പറയുമ്പോൾ അതിനേക്കാൾ വലിയ സന്തോഷമായി. 3, നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളുടെ മറ്റേ അടുക്കളയിൽ സിനി എൻ്റെ വൈഫ് ചെയ്യുന്ന ഒരു കറി ഉണ്ടാക്കി കഴിക്കാന്ന് പറയുമ്പോൾ അതും ഒരു സുഖം. കഴിഞ്ഞ 2-3 ആഴ്ച ചോദിച്ചിട്ട് വെച്ച് തന്നിട്ടില്ല ചിക്കൻ കറി കൂടും. അപ്പൊ ഇതൊരു ചാൻസ് പോയി. എല്ലാം കൂടി ആയപ്പോ അധികം നല്ല സന്തോഷം. പക്ഷെ അസല് കറി കേട്ടോ, അസല് കറിയാണ് ഉറപ്പായിട്ടും. ഞാൻ വിചാരിച്ച ചിലപ്പോൾ ട്രിവാൻഡ്രം ഒരു സ്റ്റൈലിൽ പൂർണ്ണമായിട്ട് അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതിലേക്ക് എത്തില്ല. പക്ഷെ നന്നായിട്ടുണ്ട്. ആ മസാലയൊക്കെ ശരിക്കും പിടിച്ചിട്ടുണ്ട്. ഈവൻ പൊറോട്ട, ചപ്പാത്തി, അതല്ലെങ്കിൽ പിന്നെ ഇവരുടെ ഒരു സ്പെഷ്യൽ മെനു മറ്റേ ബ്രെഡില്ലേ, അത് വെച്ചൊരു കളിയുണ്ട്. ബ്രെഡും മുട്ടയും നെയ്യും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വരട്ടി ഒരു ഹാഫ് സൈസ്, അതും നന്നായിരിക്കും. ഈ ചിക്കൻ പീസ് എടുത്തിട്ട് ഈ ഗ്രേവിയിൽ മുക്കി വേണം കഴിക്കാൻ. നന്നായിട്ടുണ്ട്. ചിക്കൻ ചാപ്സ് മനോഹരമാണ്. ട്രിവാൻഡ്രം പാലക്കാടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു സ്പെഷ്യൽ കറി. പാലൻട്രം മാത്രമല്ല, കറിയും എല്ലാം കഴിക്കുമ്പോൾ നമുക്കെന്നും നമുക്ക് വേണ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന നമ്മളുമായിട്ട് ഒരുപാട് ഫ്രീ ആയിട്ട് ഇടപഴകുന്ന വീടുകളിൽ വരുമ്പോൾ നമുക്കെല്ലാം ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ പറഞ്ഞ പോലെ അയലത്തെ അടുക്കള എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലൂടെ ആണെങ്കിലും നമ്മൾ അയൽ വീട്ടിൽ നല്ല ബന്ധമാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനും കേൾക്കാനും തമാശകൾ പറയാനും വിശേഷങ്ങൾ പറയാനൊക്കെ ഒരുപാട് നമ്മൾ എക്സൈറ്റഡ് ആവും ഓട്ടോമാറ്റിക്കലി. ഈ ഫുഡ് കഴിക്കുമ്പോഴും ആ വീടിൻ്റെ അടുപ്പമാണ് നമുക്ക് ഫീൽ ചെയ്യുക. അയലത്തടുക്കളയുടെ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഞങ്ങൾ 2 സുഹൃത്തുക്കൾ ഒരുമിച്ച് കാണുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ഭക്ഷണം പാചകം ചെയ്ത് ശ്രീമതി പാചകം ചെയ്ത് തന്ന് അതിമനോഹരമായ രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് ശരിക്കും ആസ്വദിച്ചുകൊണ്ട് കഴിക്കാൻ പറ്റി. എന്തുകൊണ്ടും മനോഹരമായ എപ്പിസോഡായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. അസലായിട്ടുള്ള ചിക്കൻ ചാപ്സ് തന്നെയായിരിക്കും നിങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ പോയി തിരിച്ചു വന്നെങ്കിലും കുറേ സാധനങ്ങളെ പിന്നീട് ചേർത്തിട്ടുണ്ടായിരുന്നു. എനിവേ, ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അതുവരെ ഗുഡ് ബൈ. This is 24.